ഹലോ എന്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താൻമല്ലു നെക്സ്റ്റ് ഡോർ. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാമെന്ന് കരുതി. ശരിക്കും ഈ ഒരു 3 മാസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കുറിച്ച് അന്വേഷിച്ചവർക്കും എന്റെ വീഡിയോസിന് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ നന്ദി. ഇന്നത്തെ വീഡിയോസ് ഞാൻ നാട്ടിൽ പോയ സമയത്തും അതുപോലെ എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് ചെയ്തതുമായിട്ടുള്ള കുറേ ടീനേജേഴ്സ് ഉണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി ടീനേജേഴ്സിന്റെ സ്കിൻ കെയറിനെ കുറിച്ച് പറയാമോ എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ടീനേജേഴ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ തുടങ്ങുന്നത് വെരി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ടീനേജ് സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടും കാണണം കേട്ടോ. ശരിക്കും നമ്മുടെ സ്കിൻ കെയറിന്റെ ജേർണിയിൽ കൺസേണിങ് തുടങ്ങുന്നത് ടീനേജ് തൊട്ടിട്ടാണ്. ടീനേജിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മളൊരു ചൈൽഡ് ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മളൊരു അഡൽട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഈ ടീനേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ടീനേജിന്റെ സമയത്ത് നമ്മുടെ അനാട്ടമിക്കലി, അതായത് സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെമിക്കലി ഉള്ള ഒരുപാട് ഹോർമോണൽ സർജസും പ്രൊഡക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് കാരണമുള്ള ആക്നീസ് വരുന്നുണ്ട്, പിമ്പിൾസ് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ അത്രയും മെറ്റബോളിക് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ എനർജിയും ഒരുപാട് സ്വെറ്റും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്ലസ് ഹ്യൂമിഡിറ്റിയും കൂടെ ചേരുമ്പോൾ നമ്മൾ വിയർത്തിട്ട് ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അഴുക്ക് അടിഞ്ഞുകൂടുന്നുണ്ട്. ഇതൊക്കെ കാരണം ടീനേജേഴ്സിന് കുറെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളും വെച്ചിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് പറ്റിയ പ്രോഡക്ട്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും, അല്ലേ? എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്കിൻ ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് സൊല്യൂഷൻ ഇൻ അവർ ടീനേജ്ഹുഡ്. സോ അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിൻ തന്നെ അത് ഹീലാക്കിക്കൊള്ളും പല കാര്യങ്ങളും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ടീനേജിൽ നമ്മൾ കുറച്ച് ഭയങ്കര ഫാൻറ്റസിയിൽ ജീവിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ബ്രൈറ്റ് സ്കിൻ വേണം എന്നുള്ളതാണ്, അല്ലേ? പക്ഷേ നമ്മുടെ ഫെയർനെസ്സിലല്ല കാര്യം. നിങ്ങൾക്ക് ശരിക്കും നല്ല ഹെൽത്തി അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്കിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതിലാണ് ശരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയൊന്നും അവയർനെസ്സോ അല്ലെങ്കിൽ വീഡിയോസോ മറ്റൊരു സോഷ്യൽ ടൂൾസോ റിസോഴ്സസോ ഒന്നും അവൈലബിൾ അല്ലാത്ത കാലത്ത് ഒരു ടീനേജർ ആയിരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നത് എനിക്ക് ഒരുപാട് വെളുക്കണം, അല്ലെങ്കിൽ വെളുത്തല്ലേ നമ്മൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുള്ളൂ. ആ ടീനേജിന്റെ സമയത്ത് നമുക്കറിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് തോന്നലുണ്ടാവും. അന്നത്തെ കാലത്ത് ഈ ഫെയർ ആൻഡ് ലവ്ലി, ഓലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് ഒരു ഫലവും കാണാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഒരൊറ്റ പ്രോഡക്റ്റ് പിന്നീട് എൻ്റെ ലൈഫിൽ എൻ്റെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ടോൺ ഇംപ്രൂവ് ചെയ്യാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടും കാണുക കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിന്റെ ഹൈജീൻ ആണ്, എസ്പെഷ്യലി ഫേസ്. കാരണം ടീനേജിൽ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കാരണം ഒരുപാട് പിമ്പിൾസ് ഉണ്ടാവും. പിമ്പിൾസ് ഉണ്ടാവുന്നത് നോർമൽ ആണ് ഈ ഒരു ഏജിൽ. കാരണം നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു ടൈപ്പ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തുടങ്ങുന്നത് ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആക്നീസ് ഉണ്ടാവും. അതൊരു 20-25 ഇയേഴ്സ് വരെയൊക്കെയും നിങ്ങൾക്ക് ഉണ്ടാവും. അതൊരിക്കലും 0 പിമ്പിൾസ് ആയിട്ട് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് പല നിങ്ങളുടെ സ്കിൻ റൊട്ടീൻ വഴിയും മെഡിക്കേഷൻസും അല്ലെങ്കിൽ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ വഴിയും നിങ്ങൾക്ക് അത് 1-2 ഒക്കെ ആക്കി കുറയ്ക്കാൻ പറ്റും. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടും കുറയ്ക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആൻഡ് ഇറ്റ്സ് വെരി നോർമൽ. ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു റൂട്ടീൻ വേണം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ളത്. രണ്ടാമത്തേത് മാക്സിമം നിങ്ങൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള റൂട്ടീൻ വേണം ചെയ്യാനായിട്ട്. അതായത് ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് മാത്രമല്ല, പ്രോഡക്റ്റ് സ്വിച്ച് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ കുറയ്ക്കുക. മാക്സിമം നിങ്ങളുടെ ആ ഒരു സ്കിന്നിന്റെ pH മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് ചിലപ്പോൾ നിങ്ങളൊരു റൂട്ടീൻ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പ്രോഡക്ട്സ് വെച്ചിട്ടാവും. അതിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മുഖം റഫ് ആവാനും പ്രീമച്വർ ഏജിങ്ങിനും ഒക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ഓൺ ടു എ പെർട്ടിക്കുലർ റൂട്ടീൻ വിച്ച് സ്യൂട്ടബിൾ ഫോർ യുവർ സ്കിൻ. മൂന്നാമത്തേത് കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതിപ്പോ ആരായാലും ശരി തന്നെയാണ്. സ്കിൻ കെയർ റൂട്ടീനിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സ്കിൻ കെയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻലി എപ്പോഴാണെങ്കിലും രാവിലെയും രാത്രിയും മസ്റ്റായിട്ട് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേർട്ട് ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും, സ്വെറ്റ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഫേസ് അത്രത്തോളം വൃത്തികേടായിരിക്കും, നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ആ ഒരു മാലിന്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് ക്ലീൻ
ചെയ്യാനായിട്ട് ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. പലപ്പോഴും പല കുട്ടികളും മുഖമൊന്നും കഴുകത്തില്ല, മേക്കപ്പോട് കൂടി പോയി കിടന്ന് ഉറങ്ങുന്നവരുണ്ടാവും. അങ്ങനൊന്നും ചെയ്യരുത്, മസ്റ്റ് ഹാവ് ആണ് ഇത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, രാവിലെയും രാത്രിയും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും, നിങ്ങളിപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കൺട്രിയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് മസ്റ്റായിട്ടും കഴുകിയിരിക്കണം. ഇപ്പോൾ 2 to 3 ടൈംസ് മാത്രം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയാൽ മതിയാവും. ബാക്കി സമയത്ത് പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്ത് കഴുകാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ്, പയറുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഓയിലി സ്കിൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫോം ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോട്ടാൻകി, ന്യൂട്രോജിന, ഡേം ഡോക്ക്, അതുപോലെ സെബാമെഡ്, സെറാവി, സീറ്റാഫിൽ, ഈ ബ്രാൻഡ്സ് ഒക്കെ ഇതിലൊക്കെയും നിങ്ങൾക്ക് വരുന്ന ഓയിൽ സ്കിൻ ടൈപ്പിനുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിനുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് ഈ ഒരു ബ്രാൻഡ്സിനകത്ത് നിന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത് നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട്. പിമ്പിൾസ് പോയി കഴിഞ്ഞിട്ടുള്ള വൈറ്റ് ഹെഡ്സ് കാരണം ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് വേറെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. സ്റ്റീം കൊടുക്കുക, മുഖത്ത് ആവി പിടിച്ചതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകുക. ഇനിയിപ്പോൾ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബ് യൂസ് ചെയ്യാം. അതിനായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. അരിമാവ്, അതിനകത്തേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് അത് വെച്ചിട്ട് മുഖം നമുക്ക് ക്ലീൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കസ്തൂരി മഞ്ഞളാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ഈ അരിപ്പൊടിക്കകത്ത് മഞ്ഞൾ ഇട്ടിട്ട് തേക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിന്റെ മട്ടിക്കകത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് കലക്കിയിട്ട് അത് മുഖത്ത് തേക്കാം. അല്ലെങ്കിൽ ഹണി വെച്ചിട്ടുള്ള മാസ്ക്, അതുപോലെ തക്കാളിക്കകത്തേക്ക് പഞ്ചസാര, തരിയുള്ള പഞ്ചസാര ഇട്ടിട്ട് അത് വെച്ചിട്ട് മുഖത്ത് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഒരുപാട് വിഗറസ് ആയിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്, കാരണം ഇത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനും സ്കിന്നിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനും പോഴ്സ് ഉണ്ടാവാനും ഒക്കെ ഉള്ള ചാൻസ് വരും. സോ ജെന്റലായിട്ട് മാത്രം മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള സ്ക്രബ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ സമയത്ത്. ഈ കടലമാവ്, പയറുപൊടി ഒക്കെ ഉള്ള സാധനങ്ങളുടെ അകത്തേക്ക് നിങ്ങൾക്ക് അലോവേര ജെല്ല്, അതുപോലെ തന്നെ പഞ്ചസാരയുടെ തരി, കോഫി പൗഡർ, ഇതങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വച്ചിട്ടുള്ള ഫേസ് മാസ്കും അല്ലെങ്കിൽ ഫേസ് സ്ക്രബും മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സിന്റെ ആ ഒരു പാടും അല്ലെങ്കിൽ പിമ്പിൾസിന്റെ ഒക്കെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ കാരണം കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആര്യവേപ്പ്, തുളസി ഇതിൻ്റെയൊക്കെ ചാറെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളും ചാലിച്ച് മുഖത്ത് തേക്കാവുന്നതാണ്. മഞ്ഞൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. നിങ്ങളുടെ ഫേസിൽ ടോണർ ഒന്നും നിങ്ങൾ അഡീഷണലി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് ഫേസിലൊക്കെ ഓയിലി ആയിട്ടുള്ള സമയമാണല്ലോ, അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. മോയ്സ്ചറൈസർ നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആവണം എന്നേ ഉള്ളൂ. അത് സ്കിന്നിന്റെ ടൈപ്പ് മാത്രമല്ല അതിനകത്ത് വരുന്നത്, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള ഹ്യൂമിഡിറ്റിയും അതിന് അല്ലെങ്കിൽ ക്ലൈമറ്റും അതിലൊരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ ലെസ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഡ്രൈ കൺട്രീസിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺസിസ്റ്റൻസി കൂടിയ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തിന്നായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ മതിയാവും. ഇപ്പോൾ നിങ്ങളുടെ ഈ ടീനേജിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഫെയർനെസ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് പ്രോഡക്ട്സോ ഒന്നും യൂസ് ചെയ്ത് സ്കിന്നിനെ പ്രീമച്വർ ഏജിങ്ങിലോ അല്ലെങ്കിൽ ഡാമേജ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി കൂടിയ നല്ല തിക്നെസ് ഉള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം രാവിലെയും വൈകിട്ടും. ഇനി മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് സീറ്റാഫിൽ അല്ലെങ്കിൽ സെറാവി, പ്ലം, സെബാമെഡ്, ന്യൂട്രോജീന, ഇതിനകത്തൊക്കെയും ഓരോ സ്കിൻ ടൈപ്പിനുള്ള പ്രോഡക്ട്സ് കാണും. അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പൊ ഇത് തന്നെ തിരഞ്ഞെടുക്കണമെന്നൊന്നുമല്ല, എന്നാലും കോമൺലി നല്ല റിവ്യൂസ് ഉള്ള ബ്രാൻഡ്സ് ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടീനേജിൽ നിങ്ങൾ
വേറെ സെറംസോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസോ ഒന്നും നിങ്ങളുടെ ഫേസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇനി അത്രയും നിങ്ങൾക്ക് കൺസേണിങ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനോട് കൂടി ഏതെങ്കിലും സെറവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സോ യൂസ് ചെയ്യുക. വേറെ സെറം, സ്റ്റീറോയിഡ് പ്രോഡക്ട്സ്, ഫെയർനെസ് പ്രോഡക്ട്സ് എല്ലാം ഒരു ബിഗ് നോ ആണ് ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് മുഖത്തേക്ക് നമുക്ക് മാസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫേഷ്യൽ ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. പപ്പായ, അതുപോലെ ഓട്സ്, പിന്നെ കസ്തൂരി മഞ്ഞളും അതുപോലെ ഹണിയും ചേർത്തിട്ടുള്ളത്, പിന്നെ ഓറഞ്ചിന്റെ ജ്യൂസ്, അതുപോലെ തക്കാളി നീര്, ഇതൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഹോം റെമഡീസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫേസിലേക്ക് നിങ്ങൾക്ക് ഒരു ടോണർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. വേറെ കെമിക്കൽ ഫോർമുലാസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഗ്ലിസറിൻ നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഹോംലി അവൈലബിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇനി സ്കിൻ കെയർ റുട്ടീനിലെ ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സ്കിന്നിന്റെ ടോണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴാണോ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഇങ്ങനെ SPF അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോഴാണ് ഒരു ചേഞ്ചസ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അതായത് സൺ എക്സ്പോഷറിന് നമ്മുടെ ബോഡിയിൽ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടാനിങ്, അതുപോലെ പ്രിമച്യൂർ ഏജിങ്, അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സണ്ണിന്റെ എക്സ്പോഷർ കാരണം വരുന്നുണ്ട്. UV റേസ് നമ്മുടെ ബോഡിയിൽ അത്ര അഫക്ട് ചെയ്യുന്നുണ്ട്. എന്റെ സൺസ്ക്രീൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ, ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഈ സൺസ്ക്രീൻ്റെ യൂസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ടീനേജിൽ മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ടീനേജ് സ്കിൻ കെയർ റൂട്ടീൻ ബാഗിലെ മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ് ആണ് സൺസ്ക്രീനും അതുപോലെ SPF അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമും. സൺസ്ക്രീൻ നിങ്ങൾ ഏത് വെതർ ആയാലും ഏത് ക്ലൈമറ്റ് ആയാലും യൂസ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളിപ്പോ റെയിനി സീസൺ ആണെങ്കിലും വിന്റർ ആണെങ്കിലും ക്ലൗഡി ആണെങ്കിലും എല്ലാം ഇപ്പോഴും നമ്മുടെ സ്കിന്നിലേക്ക് സൺ എക്സ്പോഷർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുക. അതുപോലെ SPF 30+ ഉള്ള ഒരു നല്ല സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. സൺസ്ക്രീൻ പകലത്ത് നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. നൈറ്റ് നിങ്ങൾക്ക് SPF അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് തരാനുള്ള സജഷൻസ് ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡെർമാക്കോ, അതുപോലെ ഡോട്ട് ആൻഡ് ഗി, അക്കോളജിക്ക, ഡീകൺസ്ട്രക്റ്റ്, പിന്നെ വിഷ് കെയർ, ഫോക്സ്റ്റൈൽ, ഇതൊക്കെ നല്ല ബ്രാൻഡ്സ് ആണ്. അതുപോലെ വിഷ് കെയറിന്റെയും ബാക്കി ബ്രാൻഡ്സിന്റെ ഒക്കെ SPF 20+ അടങ്ങിയിട്ടുള്ള ലിപ് ബാമും ഉണ്ടാവും. അത് നിങ്ങൾ എപ്പോഴൊക്കെ പുറത്ത് പോകുന്നോ അത് ഇടാൻ മറക്കരുത്. അതുപോലെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യാൻ വേണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ചെയ്യുന്നത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ എന്നാലും വേറെ കുറച്ച് അഡ്വൈസും കൂടി ഞാൻ തരാം. നിങ്ങളുടെ ഫേസിലേക്ക് ഒരിക്കലും നിങ്ങളുടെ കൈ കൊണ്ടുപോയി അനാവശ്യമായിട്ട് ടച്ച് ചെയ്യരുത്. കയ്യിൽ അടങ്ങിയിരിക്കുന്ന ജേംസ് അത് ഒരുപാട് ഫേസിലെ ഒരുപാട് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഒരു കാരണമായേക്കാം. സോ അത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലേക്കും ബാക്കി അപ്പർ ബോഡി പാർട്സിലേക്കും അതിന്റെ ഒരു ഫ്ലേക്സ് എത്തിയിട്ട് നിങ്ങൾക്ക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ പിമ്പിൾസോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ഈ പിമ്പിളിന് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഡാൻഡ്രഫും കൂടി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാൻഡ്രഫിനുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ റെക്കമെൻഡേഷൻസോട് കൂടിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ പിമ്പിൾസ് കുറയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ പിമ്പിൾസ് ഉള്ളപ്പോഴത്തേക്കും നിങ്ങൾ ബാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഡാൻഡ്രഫും കൂടി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടീനേജിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഒരു BB ക്രീം ഒക്കെ യൂസ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ ഫുൾ എല്ലാ കവറേജ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ടും അത് നിങ്ങൾ റിമൂവ് ചെയ്തിരിക്കണം. രാത്രി നിങ്ങൾ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ അത് കംപ്ലീറ്റ് ആയിട്ടും വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്ത് നിങ്ങൾ ബെഡിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റ് ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് ഒത്തിരി കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. നല്ല ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഈ ഒരു സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ജങ്ക് ഫുഡ് ഒക്കെ ഒഴിവാക്കുക, ഓയിലി ഫുഡ് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. ഇത് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്ലോ വരുത്താനും പ്രീമച്യൂർ ഏജിങ് ഒക്കെ തടയാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, അതുപോലെ നാരങ്ങ പോലുള്ള സിട്രസ് ഫ്രൂട്ട്സും നെല്ലിക്കയും ഒക്കെ നിങ്ങൾ കഴിക്കുക.
നല്ല ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, അതുപോലെ തന്നെ 2 to 3 liters വെള്ളം നിങ്ങൾ മസ്റ്റ് ആയിട്ടും കുടിക്കണം. കാരണം നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ടീനേജ് എന്ന് പറയുന്നത്. കാരണം ബോഡിയിൽ അത്രയും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ കീപ് ഹൈഡ്രേറ്റഡ് യുവർ സ്കിൻ. ആഹാരം കഴിച്ചു, വെള്ളം കുടിച്ചു, ഇനി നന്നായിട്ട് ഉറങ്ങുകയും വേണം. നിങ്ങൾ ഒരു 8 hours ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉറങ്ങുക. കാരണം ഇല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസും നല്ല ടയർഡ്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ല എനർജറ്റിക് ആയിട്ടിരിക്കേണ്ട സമയത്ത് വെറുതെ ക്ഷീണിച്ചിരിക്കരുത്. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പില്ലോസ് ഒന്ന് മാറ്റിയിട്ട് കോട്ടൺ പില്ലോസോ അല്ലെങ്കിൽ പോളിസ്റ്റർ പില്ലോസോ ഒക്കെ ഒന്ന് മാറ്റി സാറ്റിൻ പില്ലോസ് ആക്കി ഒന്ന് നോക്കുക. നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ ഡാൻഡ്രഫും പിമ്പിൾസും ഒക്കെ നിങ്ങളെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പില്ലോസും പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റും വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ വാഷ് ചെയ്തിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സ്കിന്നിന് അത്രയ്ക്കും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് അത് കീപ്പ് ചെയ്യാനും പറ്റും. അല്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെയും വലിച്ചു വാരി യൂസ് ചെയ്തിട്ട് സ്കിന്നിന് ഒത്തിരി കൺസേണിങ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.